കാവൽ മൂവി കണ്ടിട്ട് ഒരു അരമണിക്കൂറായിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് അടുത്തുള്ള തിയേറ്റർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോക്കോ. ഇതുപോലൊരു ക്രൈം ത്രില്ലർ പടം നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞെട്ടിച്ചൂട്ടാ പെർഫോമൻസും എല്ലാം. അതായത് ഇൻട്രോ മുതൽ ഇൻട്രവില് പടത്തിൻ്റെ അവസാന നിമിഷം വരെ കോരിത്തെരിപ്പിക്കും. ഓക്കെ, അതായത് ഫുൾ ഇൻവെസ്റ്റിഗേഷൻ, അതോടൊപ്പം ത്രില്ലിങ് മൂമെൻറ്റ്സ്. അതായത് മമ്മൂട്ടിൻ്റെ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസും കൂടി ആകുന്ന സമയത്ത് എങ്ങനെയുണ്ടാവും പടം? ഞാൻ ഇതിനു മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടിരിക്കുന്ന ഒരു CBI ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞ സിനിമയിലാണ്. അത് ഫസ്റ്റ് മുതൽ അതിൽ ഒരു പോലീസ് അന്വേഷിക്കുന്നതും ഏറ്റവും അവസാന നിമിഷം വരെ. അതുപോലെ തന്നെ അതേ പാറ്റേണിൽ ഫസ്റ്റ് മുതൽ ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ബാക്ക് ടു ബാക്ക് മേഡേഴ്സ് നടക്കുന്ന ഒരു മൂവിയാണ്. എന്താ പറയുക, ശരിക്കും വല്ല എന്താ പറയുക, മലയാളത്തിൽ ഇതുപോലത്തെ പടം ഇതുവരെ സംഭവിച്ചിട്ടില്ല ഈ അടുത്ത കാലത്തൊന്നും. അതുപോലെ തന്നെ ഇക്കയുടെ പെർഫോമൻസ് ഇതുവരെ ചെയ്യാത്തൊരു പെർഫോമൻസാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഓക്കെ, കണ്ടില്ലെങ്കിൽ വൻ നഷ്ടം. അതായത് ഇന്ത്യൻ സിനിമയിലല്ല, ലോക സിനിമയിൽ തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഈ റോള് കൈകാര്യം ചെയ്യാൻ മമ്മൂട്ടിയല്ലാതെ വേറെ ഒരാളും നിൽക്കില്ല. എന്താ പറഞ്ഞാൽ ഇമേജ് ബ്രേക്കിംഗ് ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു ക്യാരക്ടറാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, മീൻസ് സ്പോയിലായി പോവും. അത് കണ്ട് നമ്മൾ ആസ്വദിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ്. അതായത് ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ, പോലീസ് സ്റ്റോറിയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താ പറയുക, അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇൻ്റർവെല്ലിന് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താ പറയുക, അതൊരു ട്വിസ്റ്റ് തന്നെയാണ്. അത് നിങ്ങൾ കണ്ടു നോക്ക്. അപ്പോൾ എന്താ പറയുക, പല ഇതിലും ആ മൂവി കണ്ടിട്ട് ആളുകൾ, തൊട്ടടുത്ത ആളുകളെല്ലാം എന്താ പറയുക, ചില പെർഫോമൻസിൽ എണീച്ച് നിന്ന് കൈയടിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ പറയുക, ആ മൂവി എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ വിട്ട് ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല എന്നാണല്ലോ പറഞ്ഞത്. ശരിക്കും വീടെത്തിയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി, ഇപ്പോഴും അതിൽ ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് ഇക്കയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ വിട്ടിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. കളങ്കാവൽ ഇനി 2 ആഴ്ച കളങ്കാവൽ ഭരിക്കും ഇവിടെ, ഷുവർ. ഓക്കെ, പിന്നെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.